ഇതൊരു ICC ടൂർണമെന്റ് ഫൈനലാണ്, എതിരാളികൾ കരുത്തരാണ്. അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം താരങ്ങൾക്കുണ്ടാവുമോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, പ്രത്യേകിച്ചും ഈ പറയുന്ന ഒരു കരീബിയൻ നാട്ടിൽ നടക്കുന്ന ഒരു മത്സരം എന്ന നിലയിൽ? ഇപ്പൊ തന്നെ 2 തോൽവികളും. നമ്മളൊരു വിന്നിംഗ് സ്പ്രീയിൽ നിൽക്കുന്ന ടീമായതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്ക ഇന്ത്യൻ ടീമിൽ ആർക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ വിരാട് കോഹ്ലിക്ക് ആയിരിക്കാം റൺ ഔട്ട് ഓഫ് ഫോം എന്നുള്ളൊരു ഫീലിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാവുക, മാനസികമായിട്ടെങ്കിലും. കാരണം എത്രത്തോളം വലിയ പ്ലെയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തുടർച്ചയായിട്ട് റൺ കിട്ടാതെ വരുന്ന സമയത്ത് ഒരു ബാഡ് പാച്ച് വരുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മാനസികമായിട്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഇന്നിങ്സിൽ കോഹ്ലി ഓപ്പണിംഗ് ചെന്നിട്ട് കളിച്ച കളി കണ്ടാൽ, ഔട്ടായത് പോട്ടെ, അതിന് മുമ്പ് ശ്രമിച്ച പല ഷോട്ടുകളും കണ്ടാൽ ഇത് വിരാട് കോഹ്ലി തന്നെയാണോ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ചില അറ്റാക്കിംഗ് ഷോട്ട്സാണ് ട്രൈ ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയാണ്, അതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ സമയത്ത് ഒരു ചേഞ്ച് ഓഫ് ബാറ്റിംഗ് ഓർഡർ കൊടുത്താൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ആദ്യം അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പഴയ ഫോമിലേക്ക് തിരിച്ചു വരാൻ പറ്റുമായിരിക്കാം എന്ന് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി തോന്നാറുണ്ട്. പക്ഷേ എന്താ പറയുക, അദ്ദേഹം സ്ഥിരം രീതിയിൽ അദ്ദേഹം IPL ഓപ്പണിംഗ് പോയിട്ട് വലിയ സക്സസ് ആയിരുന്നു. പക്ഷേ IPL അദ്ദേഹം ചെയ്തിരുന്ന മുഴുവൻ ആങ്കർ ചെയ്ത് കളിച്ച് 20 ഓവറും ബാറ്റ് ചെയ്യുക എന്നുള്ളൊരു ശൈലിയാണ് അവലംബിച്ചിരുന്നത്. ആ സമയത്ത് അദ്ദേഹം സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നത് മുഴുവൻ ഒരു പവർ പ്ലേ ഓവേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ ആ സ്ട്രാറ്റജിയിൽ മാറ്റവും വരുത്തുന്നില്ല. അതേസമയം ടീം മാനേജ്മെൻറ്റ് അദ്ദേഹത്തിന് അല്പം കൂടെ സ്വസ്ഥമായി അദ്ദേഹത്തിൻ്റെ പതിവുള്ള പൊസിഷനിൽ ബാറ്റ് ചെയ്യിക്കാനുള്ള അവസരം കൊടുക്കുന്നുമില്ല. ഞാൻ ആദ്യം പരീക്ഷിക്കപ്പെടുക എന്നല്ല പരീക്ഷണങ്ങൾക്ക് നമ്മുടെ ടീം മാനേജ്മെൻറ്റ് മുതിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ ഈ പറയുന്ന അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ IPL നോക്കുകയാണെങ്കിൽ IPL കളിച്ച താരങ്ങളിൽ അധിക പേരും ഈ ടീമിലുണ്ട്. അതിപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ ടീമാണെങ്കിലും ശരി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നോക്കുക, സൂര്യകുമാർ യാദവ് IPL പൂർണ്ണ പരാജയമായിരുന്നു. ആ രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ താരമാണ്. പക്ഷേ ഇത്തവണ ഈ വേൾഡ് കപ്പിൽ വന്നപ്പോഴത്തേക്കും ഭേദപ്പെട്ടതിൽ അദ്ദേഹം കളിക്കുന്നുമുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വിശ്വസിച്ച് ഏൽപ്പിക്കാനും പറ്റുന്നുണ്ട് ഒരു നില. അതിലൊരു വളരെ കൃത്യമായിട്ട് ഞാൻ കാലങ്ങളായിട്ട് പറയുന്ന IPL ക്രിക്കറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റും തമ്മിലൊരു ബന്ധമില്ല. കാരണം കളിക്കുന്ന ആളുകളുടെ ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മൈൻഡ് സെറ്റേ വേറെയാണ്. കളി കാണുന്നവരുടെയും അത് കളിക്കുന്നവരുടെയൊക്കെ അതാണ് അവസ്ഥ. അതിലത്തെ പ്രകടനം കൊണ്ട് ഒരു പ്ലെയറെ അളക്കാനോ അളക്കാതിരിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് അതൊരു ഇൻഡിക്കേറ്റർ എന്നുള്ളത് കവിഞ്ഞ് അതിൻ്റെ ഫോമിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊരാളെ ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല, സംശയമില്ല. പക്ഷേ വിരാട് കോഹ്ലിയെ പോലുള്ള പ്ലെയറെ നമ്മൾ അതിൽ നിന്നല്ല ജഡ്ജ് ചെയ്യുന്നത്. വിരാട് കോഹ്ലി ഒരു കരിയറിൽ അത്രയും ഗംഭീരമായി ചെയ്ത ഒരാൾ IPL അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഓപ്പണിംഗ് പോയി വളരെ വിജയകരമായി ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതായിട്ട് ആവാൻ സാധ്യതയുള്ളൂ ഓപ്പണിംഗ് പോകാൻ തുടങ്ങിയത്. പക്ഷേ അവിടെ ഒരു ഫെയിലിയർ വന്ന സമയത്ത് ഇടയ്ക്ക് അദ്ദേഹത്തിനെ ഒന്ന് റിലീവ് ചെയ്യാമായിരുന്നു എന്ന് സാമാന്യം ക്രിക്കറ്റ് കളി കാണുന്ന പലർക്കും തോന്നിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.